മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹനോവറിൽ നിന്ന് ബെർലിൻ വരെ വന്നാണ്. ഹനോവറിൽ നിന്ന് ബെർലിൻ വരെ വന്നാണ് ആഷിക്കിൻ്റെ അടുത്ത് ഇവ വന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് അവൻ്റെ വീട്ടിലേക്കുള്ള വണ്ടി കയറി. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ. അപ്പോൾ വീട്ടിലൊക്കെ പോയിട്ട് നമുക്ക് സെറ്റായിട്ട് കാണാം. കാരണം ഞാൻ ഭയങ്കര ടയർഡാണ്. എനിക്ക് നന്ദു പോയ ഒരു ടൈം മുതൽ കംപ്ലീറ്റ് ട്രാവലാണ്. എല്ലാ വീക്കെൻഡും എങ്ങോട്ടെങ്കിലും പോക്കാണ്. കാരണം അവനെ കൊണ്ടുവിടാൻ പോയി, അത് കഴിഞ്ഞ് കുട്ടി വന്നു, ആളെ വിളിക്കാൻ പോയി, അത് കഴിഞ്ഞ് അപ്പനും വന്നു, അപ്പനെ വിളിക്കാൻ പോയി, അത് കഴിഞ്ഞിപ്പോൾ അതേ നെക്സ്റ്റ് വീക്കെൻഡിൽ ആശ്വിനെ കൂടെ വന്നു. കംപ്ലീറ്റ് ട്രാവലാണ്, റെസ്റ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര വീക്കാണ്. അതുകൊണ്ട് നമുക്ക് അവൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മൾ ഇന്നലെ വീഡിയോ എടുത്തില്ല, വന്നു, നല്ല ഓഫായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളങ്ങനെ കിടന്നുറങ്ങി. ഞാനും ആഷിക്കും അപ്പുരും കൂടെ കിടന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നല്ലോ ഗ്രൂപ്പിൽ, ജസ്റ്റ് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ. അപ്പോൾ ഇപ്പോൾ രാവിലെ ഇറങ്ങിയേക്കാണ്. ചെറിയൊരു തുള്ളൽ മഴ ഉണ്ട്, അതുകൊണ്ട് സേഫ്റ്റിക്ക് ഒരു കുട എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പോയിട്ട് കാണാം കേട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ ഊബാനും കാര്യങ്ങളൊക്കെ പിടിക്കിട്ട് ഐ തിങ്ക് നമുക്ക് അങ്ങോട്ടായിരുന്നു പോകണ്ടേ. ആ പോവാം. ഇതിൽ തന്നെ പോവാം. അപ്പം അങ്ങനെ ഞങ്ങൾ എന്നതിന് പോയി കണ്ടുപിടിക്കട്ടെ എല്ലാം, എന്നിട്ട് കാണാം. വെളിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഒന്ന് ചുറ്റിനും നടക്കുകയാണ്. എന്തെങ്കിലും കഴിക്കാനുള്ള കടകൾ കിട്ടുമെന്ന് പറയാൻ വേണ്ടി. തപ്പട്ടേട്ടാ ഇപ്പോഴത്തെ അവസ്ഥ. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ട്രാം വരുന്നുണ്ട്. ആ അതവിടെ ഒരു KFC ഉണ്ട്, പക്ഷെ അത് ഓപ്പൺ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രാം വരുന്നുണ്ട്. സാധനമായിട്ടുള്ള ഡോണർ ബോക്സ് പറഞ്ഞിട്ട് ഡോണർ ബോക്സ് ആയിരുന്നു നോക്കിയാണ് കഴിക്കുന്നത്. ഒരു ദുറൂം എനിക്ക് ഭയങ്കര വീട്, അതുകൊണ്ടാണ് ഞാൻ ദുറൂം ഞാൻ നല്ല എരിവുണ്ട്. അടിപൊളി സാധനമാണ്. ഒരെണ്ണം കഴിച്ചാൽ പള്ളക്കകത്ത് കിടന്നു. പിന്നെ ഒരു ദിവസത്തേക്ക് നോക്കണ്ട. ഇങ്ങനെ നമ്മൾ വയറ് നിറയെ ഫുഡ് കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഡോണർ കേട്ടോ, വേറൊന്നും കഴിച്ചില്ല. അപ്പം ഇനി നെക്സ്റ്റുള്ള കടകളിലും ക്രിസ്മസ് മാർക്കറ്റ് പോലുള്ളിടത്തൊക്കെ ചുമ്മാ പോയി നോക്കിയിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ചു വരാം. എന്മാളിലൂടെ ഒരു ട്രെയിനൊക്കെ പോകുന്നുണ്ട്. അപ്പനോട് വീഡിയോ എടുക്കുന്നുണ്ട്. ലൈക്ക് ഈ ഐ ലവ് ബെർലിൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്പയർഡ് ആയിരിക്കുന്ന കേട്ടോ. അപ്പനോ വാ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പനും കൂടെ വെറുതെ ഒന്ന് ന്യൂയോർക്കർ വരെ കയറിയതാ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. 65 യൂറോ എങ്ങനെ കളയാമെന്ന് കണ്ടുപിടിച്ചതൊക്കെയായിരുന്നു. 65 യൂറോ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടെ തിരിച്ചു പോവാണ്. കാരണം നമ്മൾ പ്രിമർക്കുന്ന ഒരു ഷൂവും ഒരു ഒരു ജീൻസും എടുത്തായിരുന്നു. എല്ലാം ഞാൻ വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ. സാധനം എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. പക്ഷെ അത് പേ ചെയ്യാൻ പോയപ്പോഴത്തേക്കും അവർ ആപ്പിൾ പേ അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ. എല്ലാ കടയിലും ആപ്പിൾ പേ വെച്ച് പേ ചെയ്തോണ്ടിരുന്നിട്ട് ലാസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് കാർഡില്ല. ഞാൻ കാർഡ് ഇവിടെ വെച്ചിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു വന്നത്. അപ്പോൾ കാർഡ് എടുക്കാൻ തിരിച്ച് വന്ന് ഇപ്പോൾ കാർഡും എടുത്തു. അതുപോലെ തന്നെ എല്ലാം വാങ്ങിച്ച സാധനങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഒന്നുകൂടെ പോയി ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കമോൺ വേമ്പോ അപ്പനെ വിളിച്ചേട്ടാ ഇവിടെ. അപ്പനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സോവിനിയർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതും കാണിച്ചു തരാം കേട്ടോ. തിരിച്ചു വന്നിട്ട് ഇതെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം ഒന്നാമതൊരു കാണിച്ചു തരും. നിന്നെ ഞാൻ പിടിക്കുന്നല്ലേ നീ കാണിച്ചതിലേക്ക്. അപ്പം എൻ്റെ അവസ്ഥ അപ്പനോ ആ ഉടുപ്പ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? എനിക്ക് എവിടെയും ഗെൽഡ് ഔട്ടോമാറ്റോ കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് കിട്ടുന്നില്ല. കാരണം എനിക്ക് ഇതിക്കൂടെ കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. നല്ല ഷൂ ആയിരുന്നു, ഒരു പ്രത്യേക തരം ബൂട്ടായിരുന്നു. നല്ല ലാഭത്തിൽ കിട്ടിയത്. 1500 മേളിൽ കൂടോ. നല്ല സാധനമായിരുന്നു. അപ്പം നമ്മൾ ഓടിപ്പോയി പ്രിമാർക്ക് പോയി സാധനം എടുത്തിട്ട് നിങ്ങൾ കാണുന്നതായിരിക്കും. ഓക്കെ, ഞാനങ്ങനെ ഹാപ്പി ആയിരിക്കുന്നു. അറ്റ് ലാസ്റ്റ് നമുക്ക് ആ സാധനം കിട്ടി. ഞാൻ വീട്ടിൽ പോയിട്ട് ഇതെല്ലാം കാണിച്ചു തരാം. അപ്പനും ഇത്രയും നേരം ഇവിടെ പേടിച്ചാ നിന്നത്. എനിക്കിനി ഇൻകേസ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഹാളിളകുന്നാണ്. ഞാൻ എൻ്റെ സ്വഭാവം മാറും, പ്രാന്ത് പിടിക്കും. അപ്പം അതവര് കാണേണ്ട ഒരു
കാരണം ഒന്ന് ആലോചിച്ചിട്ട് അത്ര ഇഷ്ടപ്പെട്ടൊരു സാധനം എടുത്ത് വെച്ചിട്ടേ ഇവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല എന്റെ അടുത്ത്. ഷോപ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട എൻ്റെ സ്വന്തം പൈസക്ക് ഇത്ര രൂപയ്ക്ക് എടുത്തിട്ടില്ല. വാപ്സിയിലേക്ക് പൈസക്ക് എടുക്കുമ്പോൾ നമുക്കൊരു വിലയില്ലല്ലോ പൈസയ്ക്ക്. ഇത് ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിലയില്ലാണ്ട് പൈസേനെ കണ്ട് സാധനം എടുത്തത്. അത്രയും സാധനം എടുത്തു, പക്ഷെ എടുത്തതെല്ലാം ഉപകാരമുള്ളതാണ് കേട്ടോ. ആ സാധനം നോക്കി പട്ടി. ഇനി ഞാൻ ഫുൾ ഫ്രീ ആവാ. നമുക്ക് അലക്സാണ്ടർ പ്ലസിന്റെ ഇതിൽ കൂടെ താഴത്തോടെ പോകുമ്പോ ഇപ്പൊ ഞങ്ങൾ ഫോട്ടോ ആയിട്ട് വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. എനിക്ക് സന്തോഷമായി ഇപ്പോഴും. എന്തായാലും പറയാനുണ്ടോ അശ്ക്ക്? ഹായ് ഗൈസ്. അതേ മിണ്ടലില്ല ഇപ്പൊ. അപ്പൊ നമ്മളെ എങ്ങോട്ട് പോവാ? ആ ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ വരുമ്പോ ചൂണ്ടിട്ടാ കിട്ടുവോ? നമ്മളിതാ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അകത്തോളം നടക്കാട്ടോ. ഓരോ സാധനങ്ങളൊക്കെ കണ്ട് കേട്ട് മഴയുണ്ട്, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഞാനുകൊണ്ട് കയ്യിലൊരു ഗ്ലൗസ് എടുത്തിട്ട് പക്ഷേ അതേതൊന്നുമില്ല, നനഞ്ഞിട്ടുണ്ട്, വിശ്വസിച്ചില്ല. പിന്നെ കുറേ സൈഡിൽ കൂടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ലൈക്ക് ടിപ്പിക്കൽ ക്രിസ്മസ് മാർക്കറ്റ്. അതുകൊണ്ടാണ് ഒത്തിരി ഞാൻ കാണിക്കാത്ത കേട്ടോ. പിന്നെ കാണിച്ചത് സോ ഗൈസ്, അപ്പം നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. അപ്പുറം നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വീണ്ടും പുതിയ ജാക്കറ്റൊക്കെ അപ്പം അങ്ങനെയാണ് ഗൈസ്. ഏട്ടാ നീ ഇരുന്നോ. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുമോ? നല്ല തേങ്ങാച്ചോറും കാളയ്ക്ക് പെരട്ടി കാളയ്ക്ക് കാടുകൾ കൊണ്ട് വെള്ളം കൊണ്ടിട്ട് സൈഡിൽ ചിക്കൻ കൊണ്ടാട്ടോ. എനിക്ക് ഗ്രേവി ഉണ്ടല്ലേ, ഗ്രേവി തരില്ല പറഞ്ഞിട്ട് അപ്പൊ എന്റെ പോരും അവരെ കിട്ടിയെന്ന് പറയുമോ? ചെയ്യണം. അപ്പൊ ഇമാര് കോട്ടയംകാരോ ഇടുക്കിക്കാരോ നല്ല പൊറോട്ട നമ്മൾ ഇച്ചിരി ചാറിലിങ്ങനെ മുക്കി ഇവിടെ എടുത്ത് വെച്ച് ചിക്കൻ പീസ് കുഴച്ച് തിന്നാൻ എന്റെ വീട്ടിൽ നാട്ടിലെ ബീഫ് കറി. ഹലോ ബ്രദേഴ്സിൽ പോയ രസം കാണുന്നല്ലോ. ബ്രദേഴ്സിൽ പോയ മുട്ടയോ? മുട്ട ഫ്രീ. മുട്ടയൊക്കെ ഉണ്ട്. മുട്ട ഞാൻ പറഞ്ഞു. മുട്ട ഞാൻ പറഞ്ഞില്ല. ഇത് പൊട്ടിത്തെറിച്ചത് ഇവിടെ കണ്ടോ? ഗ്രേവി ഉണ്ട് കേട്ടോ. അത്